നമസ്കാരം പ്രിയമുള്ളവരെ. നാരങ്ങ അച്ചാറിടാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. എന്നാൽ ഈസി ആയിട്ട് ഒരു അച്ചാറിടാൻ എണ്ണയൊന്നും ചേർക്കാതെ വഴറ്റാതെ ഒരു എളുപ്പത്തിലൊരു അച്ചാർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നാരങ്ങയാണെങ്കിൽ ഉപ്പുവെള്ളത്തിലിട്ട് നന്നായി ഒന്ന് കഴുകണം കേട്ടോ. നന്നായി കഴുകി ഒരു പാത്രത്തിലേക്ക് പിറക്കി മാറ്റി വയ്ക്കാം. പെട്ടെന്ന് ഉപയോഗിക്കേണ്ട അച്ചാറാണെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് പുഴുങ്ങിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നന്നായി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ഈ നാരങ്ങയിലേക്ക് ഒഴിച്ചൊന്ന് കുതിർത്തെടുത്താലും മതി. ഞാനിവിടെ അങ്ങനെയാണ് എടുക്കുന്നത് കേട്ടോ. നന്നായി തിളച്ച വെള്ളം എടുത്ത് നാരങ്ങയിലേക്ക് ഒഴിച്ച് ഒന്നടച്ച് ഒരു അരമണിക്കൂർ വയ്ക്കാം. അരമണിക്കൂർ കൊണ്ട് അത് അതിനകത്തിരുന്ന് നന്നായി ഒന്ന് വേവും. അതിനുശേഷം ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം 4ആയിട്ടോ 8ആയിട്ടോ മുറിക്കാം. മുറിക്കുന്ന കഷ്ണങ്ങൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കാം കേട്ടോ. 4ആയിട്ട് മുറിക്കേണ്ടവർക്ക് 4ആയിട്ടോ 8ആയിട്ട് മുറിക്കേണ്ടവർക്ക് 8ആയിട്ടോ മുറിക്കാം. തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്തുനിന്ന് ചൂട് മാറിയതിന് ശേഷം വേണം മുറിക്കാൻ കേട്ടോ. മുറിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയാം. ഈ അച്ചാർ ഇനി ചൂടാക്കുകയോ ഒന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ കൈകൾ നന്നായി വൃത്തിയാക്കിയിരിക്കണം ഇതുണ്ടാക്കുന്നതിന് മുൻപ്. അതുപോലെ നാരങ്ങ വേവിക്കാൻ തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. വേറെ തിളച്ച വെള്ളമെടുത്ത് നാരങ്ങയിലേക്ക് ഒഴിച്ച് വാട്ടിയെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി ആവിയിൽ പുഴുങ്ങിയെടുക്കേണ്ടവർക്ക് അങ്ങനെയും പുഴുങ്ങിയെടുക്കാം. ഇഡ്ഡലി പാത്രത്തിലോ വെച്ച് മറ്റോ വെച്ച് ആവി കയറ്റി വേണമെങ്കിലും എടുക്കാം. നാരങ്ങ വെന്ത് പൊട്ടിപ്പോകാത്ത വിധത്തിൽ എങ്ങനെയായാലും നമുക്കെല്ലാം വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം നാരങ്ങകളെല്ലാം നന്നായി അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം ചേർത്തതിന് ശേഷം അച്ചാർ നന്നായി പൊടിയുമായി മിക്സ് ചെയ്യുക. നമ്മുടെ കൈ വൃത്തിയാക്കിയതിന് ശേഷം കൈ കൊണ്ട് തന്നെ അച്ചാറും പൊടികളും നന്നായി ഞെരടി യോജിപ്പിക്കണം. നാരങ്ങയുടെ ജ്യൂസ് എല്ലാം പുറത്ത് വരത്തക്ക വിധത്തിൽ നന്നായി ഞെരടി യോജിപ്പിക്കുക. കുറച്ച് വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അച്ചാർ ഇട്ട് വെച്ചതിന് ശേഷം ഒരു 10 ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാനാണ് നല്ലത്. ടിന്നിലാക്കിയതിന് ശേഷം മുകളിൽ കുറച്ച് വിനാഗിരി കൂടി ഉപയോഗിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കാതെയും ഇരിക്കും. അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. പഴകും തോറും രുചി കൂടുന്ന ഒരു അച്ചാറാണിത് കേട്ടോ. എണ്ണയൊന്നും ഉപയോഗിക്കാതെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറല്ലേ. ചോറ് കൊണ്ടുപോകുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.